ഓണവും നബിദിനാഘോഷവും ഒന്നിച്ചെത്തിയ സന്തോഷത്തിൽ പ്രദേശത്ത് മതസൗഹാർദ്ദത്തിന്റെ മാതൃക തീർത്ത് വാഴൂർ നവോദയ കൂട്ടായ്മ. നാട്ടിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച് ഓണസദ്യ ഒരുക്കിയാണ് കൂട്ടായ്മ ഇത്തവണത്തെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഹാപ്പി ഓണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ വാഴൂര് നവോദയ ക്ലബ്ബ് ജനകീയമായിട്ട് നടത്തുന്ന ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നടത്തുന്ന ഒരു ഓണസദ്യയിലാണുള്ളത്. മാത്രമല്ല, ഇത് നബിദിനം കൂടെ നമുക്കൊന്ന് ചേരുന്നതാണ്. ഈ ഓണവും നബിദിനം ഒരുമിച്ചായതുകൊണ്ട് ഒരു നാടിൻ്റെ കൂട്ടായ്മ, ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു ഓണസദ്യയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പൂക്കോട്ടുകാവിലെ വാഴൂർ തൻവീറുൽ ഇസ്ലാം മദ്രസയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വർഷം തോറും വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തുന്ന നവോദയ കൂട്ടായ്മ ആദ്യമായാണ് നാട്ടുകാർക്കായി വിപുലമായ രീതിയിൽ സദ്യ ഒരുക്കുന്നത്. രാവിലെ പ്രദേശത്തെ വീടുകളിൽ മാവേലിയുടെ സന്ദർശനവും തുടർന്ന് ക്ഷേത്ര മദ്രസ ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് പൂക്കളമൊരുക്കലും നടന്നു. 11 മണിയോടെ ആരംഭിച്ച മതസൗഹാർദ്ദ സദ്യയിൽ പ്രദേശത്തെ 500-ലധികം ആളുകൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ ഓണക്കളികളും ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകരായ വരുൺ, സൈതലവി എന്നിവർ അറിയിച്ചു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഓണാഘോഷത്തിന് ഗെയിംസ് മാത്രമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ വർഷം മുതൽ നാട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ഒരു സദ്യ ഉള്ളാനുള്ള അറേഞ്ച്മെൻറ്റ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ സദ്യ കാണാൻ നടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മദ്രസയിലാണ്. എല്ലാ നാനാ വിഭാഗത്തിലുള്ള ആളുകളും എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. ഇതിനങ്ങനെ ഒരു സെപ്പറേറ്റ് കമ്മിറ്റി അങ്ങനെ കാര്യങ്ങളല്ല, എല്ലാ ജനങ്ങളും ഒരുമിച്ചാണ്. ഇപ്പോൾ റെസ്പോണ്ടിന് ആദ്യമായിട്ടാണ് ഞങ്ങൾ സദ്യ നടത്തുന്നതെങ്കിലും ഭയങ്കര നല്ല റെസ്പോൺസാണ്. ആദ്യം 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സദ്യക്ക് 11 മണിയാകുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടി ക്രമം എന്ന് പറയുന്നത് രാവിലെ ഒരു 8 മണിയോടുകൂടി മാവേലി എത്തിയിട്ട് എല്ലാ വീടുകളും സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ ഒരു 8:30 കൂടിയിട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാം ചേർന്ന് ഇവിടെ ഒരു പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 11 മണിക്ക് കൃത്യമായിട്ട് നമ്മൾ സദ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു 2 മണിയോടെ നമ്മൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സദ്യക്കുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. നാട്ടിലെ മനുഷ്യ മനസ്സുകളിൽ സൗഹാർദ്ദവും ഐക്യവും വളർത്താൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയുന്നുവെന്ന് പ്രദേശവാസികളും അഭിപ്രായപ്പെട്ടു. CCN കടമ്പഴിപ്പുറം.